നമസ്കാരം. കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസികമായ അനിശ്ചിതത്വങ്ങളും പടിയിറങ്ങാൻ പോവുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളുടെ നക്ഷത്രം ഏതെന്ന് കമന്റ് ചെയ്യുക. ഭരണി നക്ഷത്രക്കാർക്ക് 2026 വിഷു നൽകുന്നത് പുത്തൻ ഊർജവും വലിയ പ്രതീക്ഷകളുമാണ്. ശുക്രന്റെ ആധിപത്യവും യമധർമ്മരാജന്റെ സംരക്ഷണവും ഒത്തുചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഒരു വർഷം എങ്ങനെയുണ്ടാകും? നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭരണി എന്നാൽ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ താങ്ങുന്നവൻ എന്നാണ് അർത്ഥം. ഭരണി ധരണി എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ കുടുംബത്തെയും സമൂഹത്തെയും നിങ്ങൾ താങ്ങുന്നുണ്ടെങ്കിലും തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പലപ്പോഴും ഒറ്റപ്പെടുത്തലുകളാണ്. 2026 വിഷു മുതൽ സാമ്പത്തിക മേഖലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും നിങ്ങൾ അധ്വാനിക്കുന്നതിന്റെ ഫലം അനുഭവിക്കുന്നത് മറ്റുള്ളവരായിരിക്കും. അപ്രതീക്ഷിതമായി പഴയ കടങ്ങൾ തിരികെ ലഭിക്കുമെങ്കിലും അത് നിങ്ങളുടെ കൈകളിൽ നിൽക്കില്ല. നിങ്ങളുടെ സ്നേഹത്തെയും പണത്തെയും ചൂഷണം ചെയ്യുന്നവരിൽ നിന്ന് ഈ വർഷം അകലം പാലിക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ സ്വന്തം പേരിലാക്കാൻ ശ്രമിച്ചേക്കാം. എങ്കിലും സെപ്റ്റംബർ മാസത്തിന് ശേഷം നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ലോകം തയ്യാറാകും. വിവാഹിതർക്കിടയിൽ പങ്കാളിയുടെ പിന്തുണയുണ്ടെന്ന് പുറമേ തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന തോന്നൽ വേട്ടയാടാം. വിട്ടുവീഴ്ചകൾ പലപ്പോഴും നിങ്ങൾ മാത്രം ചെയ്യേണ്ടി വരുന്നു എന്ന പരാതി ഈ വർഷവും തുടരാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെട്ടവർക്ക് പുതിയൊരു ബന്ധം തുടങ്ങാൻ ധൈര്യം ലഭിക്കുന്ന സമയമാണിത്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ കാട്ടുന്ന ശ്രദ്ധ പലപ്പോഴും അവഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും നിങ്ങളുടെ കടമകൾ തുടരുക. വിഷു കൈനീട്ടം പോലെ അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. അത് സാമ്പത്തികത്തെക്കാൾ ഉപരി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുടെ സാമീപ്യമായിരിക്കാം. കണി കണ്ടുണരുന്ന ആ ഒരു നിമിഷം മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ നിങ്ങൾക്കു മാത്രമേ സാധിക്കൂ. ശുക്രന്റെ ആധിപത്യത്തിലുള്ള ഊർജ്ജസ്വലതയും സർഗാത്മകതയും ഒത്തുചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷു ഒരു പുത്തൻ ഊർജം സമ്മാനിക്കുന്നു. വിഷുക്കണി കാണുമ്പോഴുള്ള ആ ഒരു ശുഭപ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ വർഷം പ്രതിഫലിക്കും. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങളും സാമ്പത്തികമായ ഇടുക്കങ്ങളും തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങളും ഈ വിഷുവിന് ശേഷം പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റാനും ഭരണിക്കാർക്ക് ഈ വർഷം സാധിക്കും. ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഉദയമാണ് ഈ വിഷു നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ, പോസിറ്റീവ് എനർജിയോടെ നമുക്ക് ഈ വർഷത്തെ ഓരോ മേഖലകളെയും വിശദമായി പരിശോധിക്കാം. 2026 വിഷു മുതൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ വർധനവുണ്ടാകും. കൃഷി, ഭൂമി സംബന്ധമായ ഇടപാടുകൾ, നിർമ്മാണ മേഖല എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായി പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോട്ടറിയോ ഭാഗ്യപരീക്ഷണമോ പോലെയുള്ളവയിൽ മിതമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും അമിതമായ ആത്മവിശ്വാസം അപകടകരമാണ്. സമ്പാദ്യത്തേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള വർഷമാണിത്. വീട് നവീകരണം, പുതിയ വണ്ടി വാങ്ങൽ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കാൻ മനസ്സുവെമ്പും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ആസ്വാദനപ്രിയരായതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണം. അനാവശ്യ ചിട്ടികൾ, വലിയ പലിശയ്ക്ക് പണം കടം വാങ്ങുക തുടങ്ങിയവ ഒഴിവാക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ വർഷം അനുകൂലമാണ്. സ്വർണം, ഭൂമി എന്നിവയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. എന്നാൽ ഓഹരി വിപണിയിൽ ഇറങ്ങുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. 2026 വിഷുകാലത്തിന് ശേഷം ഐശ്വര്യപൂർണമായ നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ ഈ വർഷം നല്ലതാണ്. സർക്കാർ ജോലിക്കാർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കും. എങ്കിലും മേലുദ്യോഗസ്ഥരുമായി ആശയവിനിമയത്തിൽ മിതത്വം പാലിക്കുക. വാഗ്വാദങ്ങൾ തൊഴിൽ നഷ്ടത്തിന് വഴിവെച്ചേക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് വിപുലീകരണത്തിന് പറ്റിയ സമയമാണിത്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ കൃത്യമായ കരാറുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കയറ്റുമതി ഇറക്കുമതി മേഖലകളിലുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പുതിയ ഓർഡറുകൾ ലഭിച്ചേക്കാം. ഭക്ഷണശാലകൾ, വസ്ത്രവ്യാപാരം, കലാപരമായ മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകും. സിനിമ, നാടകം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും.
ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ വിഷുകാലം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. തുടക്കത്തിൽ അലസത അനുഭവപ്പെടാമെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരെയുള്ള സർവകലാശാലകളിലേക്കോ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഭരണി നക്ഷത്രക്കാർ ഈ വർഷം ഒരു മിതത്വം പാലിക്കണം. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് നന്നായിരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. ചെറിയ പരിക്കുകൾക്ക് സാധ്യത കാണുന്നു. ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ യമധർമ്മരാജന്റെയും നക്ഷത്രദേവതയുടെയും സ്വാധീനം നിമിത്തം ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യമേറും. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പക്വതയോടെ പെരുമാറാൻ നിങ്ങൾ പഠിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതും സഹായിക്കും. വിഷുവിന് ശേഷം പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ അവസരം ലഭിക്കും. കുടുംബത്തോടൊപ്പമുള്ള തീർത്ഥയാത്രകൾ മനസ്സിന് സമാധാനം നൽകും. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി ലഭിക്കും. ഭരണി നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയെയോ ശിവനെയോ ഭജിക്കുന്നത് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 വിഷുഫലം വളരെ ഗുണകരമാണ്. വിസ നടപടികളിലെ തടസ്സങ്ങൾ മാറും. ബിസിനസ് ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടിവരും. എന്നാൽ പുതിയ സ്ഥലങ്ങളിലെത്തുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക. വിഷുവെന്നത് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കലാണ്. ഭരണി നക്ഷത്രക്കാർ ഈ വിഷുവിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായ കണി കാണുന്നത് നിങ്ങളുടെ സർഗാത്മകതയെ ഉണർത്തും. ഭരണി നക്ഷത്രം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിഷുക്കാലത്ത് ഒരു തൈയെങ്കിലും നടുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. കറുത്ത വസ്ത്രമോ എള്ളോ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ദേവീ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം നിയന്ത്രിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, കാരണം നിങ്ങളുടെ നാവിലെ വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നത് ശുഭകരമായിരിക്കും. വിഷുക്കണിയിൽ നാം ആദ്യം കാണുന്നത് വാൽക്കണ്ണാടിയിൽ സ്വന്തം മുഖമാണ്. ഇത് ഭരണി നക്ഷത്രക്കാരോട് പറയുന്നതൊന്നേയുള്ളൂ: മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്നതിനിടയിൽ നിങ്ങളെ തന്നെ മറക്കരുത്. കഠിനമായ വെയിലിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയെപ്പോലെ ആരും കൂട്ടില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ വിഷു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കട്ടെ. ജീവിതം കണിക്കൊന്ന പോലെ പൂത്തുലയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി.